ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു നാലോളം കമ്പനീസിൻ്റെ ഒരു 20-25ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്നത് ഒരു സോഷ്യൽ മീഡിയാസൊന്നും വേറെ എടുത്ത് ഞാൻ ഇടുന്നതല്ല. എനിക്ക് കിട്ടുന്ന റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ദുബായിലെ കമ്പനിയിലെ HRസിൻ്റെ മെയിൽ IDs അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതനുസരിച്ചുള്ള വീഡിയോസാണ് ഞാനിവിടെ ഇടുന്നത്. ചുമ്മാ കുറച്ച് വീഡിയോസ് എടുത്ത് ഇടുന്നതല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വേക്കൻസീസ്, കമ്പനിയുടെ ഡീറ്റെയിൽ, അതുപോലെ തന്നെ HR മെയിൽ IDs ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ 4ഓളം കമ്പനീസിൻ്റെ പേരും ഡീറ്റെയിൽസും വേക്കൻസീസും മെയിൽ IDസും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ത്രിലോക് ഫാബിലേക്ക് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ അക്കൗണ്ടൻറ്റോ സീനിയർ അക്കൗണ്ടൻ്റ് അല്ല, അക്കൗണ്ടൻറ്റിൻ്റെ മിനിമം ഒരു 2 ഇയർ ദുബായിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ഒരവസരമാണ്. മെയിൽ അയക്കേണ്ടത് samantha@trilokfab.ae എന്ന് പറയുന്ന മെയിലിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിലിൽ സബ്ജക്റ്റിൽ എപ്പോഴും വെക്കുക CV ടു ദ പൊസിഷൻ ഓഫ് അക്കൗണ്ടൻറ്റ്. എല്ലാ മെയിൽ IDസിനും എല്ലാ വേക്കൻസി അയക്കുമ്പോഴും ബയോഡാറ്റ അയക്കുമ്പോഴും മെയിലിൽ ബോഡി ഐ എം അപ്ലൈ ടു ദ പൊസിഷൻ ഓഫ് വിച്ച് പൊസിഷൻ, അത് ഏത് പൊസിഷനിലേക്കാണ് നിങ്ങൾ അയക്കുന്നത് അതിൻ്റെ വെച്ചിരിക്കുക. പിന്നെ രണ്ടാമത്തെ വരുന്നതാണ് ക്രോപ്പ് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു അഡ്മിൻ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. മെയിൽ അയക്കേണ്ടത് katrina@quizcorpme.com എന്ന് പറയുന്ന മെയിലിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. പിന്നെ വരുന്നതാണ് സെബോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 5-6ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യനായിട്ട്, പിന്നെ ക്ലീനിങ് ടെക്നീഷ്യനായിട്ട്, ഡ്രൈവറായിട്ട്, സെയിൽസ് കൺസൾട്ടൻ്റായിട്ട്, കോർഡിനേറ്ററായിട്ട്, പിന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആയിട്ട്, ഇങ്ങനെ ഓൾമോസ്റ്റ് 5ഓളം വേക്കൻസീസാണ് സെബോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അയക്കുമ്പം എപ്പോഴും മെയിൽ അയക്കുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മെയിൽ അയക്കുമ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് നോക്കി അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അയക്കുക. അതുപോലെ തന്നെ എപ്പോഴും മെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റിൽ നമ്മൾ മെയിൽ അയക്കുന്ന ബയോഡാറ്റ അയക്കുന്ന സബ്ജക്റ്റിൽ എപ്പോഴും CV ടു ദ പൊസിഷൻ ഓഫ് ഏത് പൊസിഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യനിലേക്ക് അയക്കുകയാണെങ്കിൽ CV ടു ദ പൊസിഷൻ ഓഫ് പെസ്റ്റ് കൺട്രോൾ. അത് കഴിഞ്ഞിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ബയോഡാറ്റ അറ്റാച്ച് ചെയ്തിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ myself I have this much year of experience, I worked before in this property, I have this much year of experience, I am looking for a new opportunity എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചെറിയൊരു ബ്രീഫ് കൊടുക്കുക. കാരണം അപ്പോൾ HRന്ന് നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ ഇന്ന കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ അല്ലെങ്കിൽ ഫ്രഷറാണ്, വി ക്യാൻ ടേക്ക് ഇറ്റ്, അങ്ങനെ നിങ്ങളെപ്പറ്റി ഒന്ന് ചെറു ബ്രീഫ് കൊടുക്കുക. അപ്പം ഈ ക്വിസ്കോപ്പ് മിഡിലേഷനിലേക്ക് അയക്കേണ്ട ബയോഡാറ്റ അയക്കേണ്ട മെയിൽ ID സെബോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മെയിൽ അയക്കേണ്ട മെയിൽ ID HR@sebo.ae HR@scbo.ae എന്ന് പറയുന്ന മെയിലിലേക്ക് മെയിൽ അയക്കാം. പിന്നെ നമ്മുടെ ലുലു ഗ്രൂപ്പിലേക്ക്, ദുബായിലുള്ള ലുലു ഗ്രൂപ്പിലേക്ക് ഒരു 10-12ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് സെയിൽസിലേക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. പിന്നെ പിക്കറിലേക്ക്, അതായത് കൊമേഴ്സിലേക്ക് പിക്കറായിട്ട് കുറേ വേക്കൻസീസ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോർ കീപ്പറായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ബുച്ചറി, പിന്നെ ഫിഷ് മാനേജർ, പിന്നെ കുക്ക്, അതായത് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ പല രീതിയിലുള്ള കുക്ക്മാരുടെ വേക്കൻസീസ് വന്നിട്ടുണ്ട്, ഷെഫുമാരുടെ വേക്കൻസീസ്. പിന്നെ സൂഷി മേക്കറായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവറായിട്ട്, അതായത് ഹെവി ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്, നോർമൽ ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യനായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെയിലയക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും പല വേക്കൻസീസ്, ഇത്രയും ഇതൊരു വലിയ ഗ്രൂപ്പാണ് ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് മെയിൽ അയക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സബ്ജക്റ്റിൽ എന്താണേലും ഉറപ്പായിട്ടും നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വേണം. കാരണം HR നോക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബയോഡാറ്റയിൽ നിങ്ങളുടെ ഡെസിഗ്നേഷനും അല്ലെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് വെക്കുകയാണെങ്കിൽ, ഇൻ കേസ് ഫ്യൂച്ചറിൽ HR ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ സ്ട്രൈക്ക് ആയിട്ട് വരും. അപ്പോൾ HRൻ്റെ മെയിൽ ID ദുബായിലുള്ള ലുലു ഗ്രൂപ്പിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഒരു 10-15ഓളം വേക്കൻസിയാണ്. അതിൻ്റെ HRലേക്ക് മെയിൽ അയക്കേണ്ടത് lulu@ae.lulumi.com എന്ന് പറയുന്ന മെയിലിലേക്കാണ് മെയിൽ അയക്കേണ്ടത്.
അപ്പം ബയോഡാറ്റ അറ്റാച്ച് ചെയ്ത് അയയ്ക്കുക. ബയോഡാറ്റ അല്ല, ഈ പറയുന്ന മെയിൽ ഐ ഡീസിലോ വേക്കൻസി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കയറി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വേക്കൻസീസ് ആയിട്ട് വരുന്നതോടെ വേറെ ബൈ, സൈനിങ് ഓഫ്. പിന്നെ നിങ്ങൾ പറയുന്ന വേക്കൻസീസ് ഞാൻ മാക്സിമം ഇടാൻ ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ് ഫോർ ന്യൂ വീഡിയോസ്.